ഈ 59 എവിടെയൊക്കെയാണെന്ന് അദ്ദേഹം പരിശോധിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് കളി മനസ്സിലായത്. അദ്ദേഹത്തിന് ഈ 59 കിട്ടിയത് തിരുവനന്തപുരത്ത് 14 സീറ്റുള്ളതിൽ 12 LDFനാണ്. കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഇത്രയധികം വ്യക്തിത്വത്തോടെ നിന്നിട്ടുള്ള ഒരാൾ വേറെയില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഹൈന്ദവ നേതാവ് എന്നുള്ള നിലയിൽ ഇത്രയധികം ശക്തമായി നിന്നിട്ടുള്ള ഒരാൾ വേറെയില്ല. ഇവിടെ ആരെങ്കിലും ഹൈന്ദവനായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അയാളെ വെട്ടിക്കേറിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. അതായത് ഈ രീതിയിൽ പോയാൽ ഒരു ബംഗാൾ ഇവിടെ ആവർത്തിക്കും, ഒരു ബുദ്ധദേവായിട്ട് പിണറായി വിജയൻ മാറും. ഇത് CPM-ന് ബംഗാളിലെ CPM-ൻ്റെ അവസ്ഥയും വരും. ഇത് അഡ്രസ്സ് ചെയ്യാൻ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ചങ്കൂറ്റമില്ല എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ നേതാവിനും ചങ്കൂറ്റമില്ല. ഇപ്പം തന്നെ പിണറായി വിജയൻ മിണ്ടാതിരുന്നിട്ട് ഒന്നും ചോദിച്ചിട്ടില്ല. അദ്ദേഹം മിണ്ടാതിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചുകൊണ്ടല്ലേ ആൾ നിൽക്കുന്നത്. എന്തുകൊണ്ട് വെള്ളാപ്പള്ളിയെ തലയ്ക്കടിക്കുന്നില്ല? നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ പരാമർശങ്ങളെ എതിർത്തുകൊണ്ട് വലിയ ചർച്ചകളാണ് ഇപ്പോൾ കേരളത്തിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ വർഗീയവാദി എന്ന് ആക്ഷേപിച്ചുകൊണ്ട് പലരും രംഗത്ത് വരുമ്പോൾ അതല്ല എന്ന് പറയുന്നവരും മറുവശത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുമുണ്ട്. ഏതായാലും പിണറായി വിജയൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഇതുവരെയും വെള്ളാപ്പള്ളി നടേശനെ തള്ളി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതിൻ്റെ രാഷ്ട്രീയമാണ് നമ്മളന്ന് പരിശോധിക്കുന്നത്. എന്തുകൊണ്ട് എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അതിന് വ്യക്തമായ ഉത്തരവുമുണ്ട്. അതിനായി നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. വളരെ ശക്തമായ പ്രതിഷേധമാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതെ, ചില ചാനലുകൾ വളരെ ശക്തമായ രീതിയിൽ അതിനെ പിന്തുടർന്നുകൊണ്ട് പോകുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് അദ്ദേഹത്തെ തള്ളി പറയുന്നില്ല എന്നുള്ളത് ഒരു വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. എന്താണ് അക്കാര്യത്തിൽ അങ്ങേക്ക് പറയാനുള്ളത്? പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരൻ എല്ലാം കണക്ക് കൂട്ടി മുന്നോട്ട് പോകുന്ന ആളാണ്. തദ്ദേശ സ്വയംഭര തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ എടുത്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹത്തിന് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ CPM-നെ LDF-നെ പിന്തുണച്ചിട്ടുള്ളത് പിന്നോക്കക്കാരും മറ്റ് ഹിന്ദു വിഭാഗങ്ങളുമാണ്, അല്ലാതെ ന്യൂനപക്ഷങ്ങളല്ല എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യമായി. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വോട്ട് വെച്ചിട്ട് നമ്മൾ 140 മണ്ഡലങ്ങളിലെ ലീഡ് നോക്കിക്കഴിഞ്ഞാൽ 79 മണ്ഡലങ്ങളിൽ UDF-ന് ലീഡുണ്ട്. ഇതിൽ മലപ്പുറം, വയനാട്, എറണാകുളം, പിന്നെ ഇടുക്കി, പത്തനംതിട്ട ഇത്തരം ന്യൂനപക്ഷങ്ങൾ തെങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ 100-ൽ 100% അവിടെ ശക്തമായ ആധിപത്യമാണ്. അതായത് 12 സീറ്റുണ്ടെങ്കിൽ 12, 5 സീറ്റുണ്ടെങ്കിൽ 5, 3 ഉണ്ടെങ്കിൽ 3, ആ വിധത്തിലാണ് ഇവിടെ പോയിരിക്കുന്നത് ആ ജില്ലകളിൽ. അതായത് ഈ ജില്ലകളിലെ മുഴുവൻ സീറ്റുകളും തൂത്തുപെറുക്കി UDF-ന് കിട്ടിയിരിക്കുന്നു, LDF-ന് ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് പിണറായി വിജയന് മനസ്സിലായിട്ടുണ്ടെന്ന് മാത്രമല്ല, തനിക്ക് അല്ലെങ്കിൽ തൻ്റെ പാർട്ടിക്ക് ലീഡ് കിട്ടിയത് എവിടെയൊക്കെയാണ്. ഈ 59 എന്ന് പറഞ്ഞില്ലേ, 79 UDF-നും 59 LDF-നും എന്ന് പറഞ്ഞില്ല, ഈ 59 എവിടെയൊക്കെയാണെന്ന് അദ്ദേഹം പരിശോധിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് കളി മനസ്സിലായത്. അദ്ദേഹത്തിന് ഈ 59 കിട്ടിയത് തിരുവനന്തപുരത്ത് 14 സീറ്റുള്ളതിൽ 12 LDF-നാണ്. കോർപ്പറേഷൻ പോയെങ്കിലും ഇവിടെ BJP-ക്ക് 2 സ്ഥലത്ത് ലീഡുണ്ട്. ബാക്കി 14-ൽ 12 നിയമസഭാ സീറ്റുകൾ LDF-നാണ് ലീഡ് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ. അത് കഴിഞ്ഞിട്ട് കൊല്ലത്തോട്ട് പോയാൽ അവിടെയുള്ള 11-ൽ 8 LDF-നാണ് ലീഡ്. ഇപ്പോഴും 3 എണ്ണം മാത്രമേ UDF പിടിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞോ ആലപ്പുഴയിൽ പോയാൽ 9 സീറ്റുള്ളതിൽ 7 LDF-നാണ്. 2 എണ്ണം മാത്രമേ UDF-ന് പോയിട്ടുള്ളൂ. ബാക്കി എല്ലായിടത്തും തൂത്തുപറക്കിയപ്പോഴാണ് പറഞ്ഞത്. പിന്നോക്ക ന്യൂനപക്ഷങ്ങൾക്ക് മെജോറിറ്റി ഉള്ളിടത്ത് 100-ൽ 100 കിട്ടിയപ്പോഴാണ് ഈ പിന്നോക്കക്കാരും ഹിന്ദുക്കളും ചേരുന്ന ഈ ജില്ലകളിൽ വൻ മെജോറിറ്റി LDF-ന് കിട്ടിയിരിക്കുന്നത്. ആലപ്പുഴയിൽ 9-ൽ 7 LDF-നാണ്, 2 സീറ്റേ UDF-ന് കിട്ടിയിട്ടുള്ളൂ. പിന്നെ തൃശ്ശൂർ, അവിടെ 13 സീറ്റുള്ളതിൽ 11 LDF-നാണ്, 2 സീറ്റേ UDF-ന് കിട്ടിയിട്ടുള്ളൂ. ഈ പിന്നെ ലീഡ് വെച്ചിട്ട് ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ. പാലക്കാട് 12 ഉള്ളതിൽ 9 LDF-നാണ്, 2 സ്ഥലത്തെ ലീഡ്, 2 സ്ഥലത്തെ UDF-ന് ലീഡ് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ കണ്ണൂർ അവരുടെ കോട്ടയാണ്, അവിടെ പോലും
പിന്നോക്കക്കാരോ അല്ല മുസ്ലിങ്ങളോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോ ഉള്ള സ്ഥലങ്ങളിലെല്ലാം അവർക്ക് സീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ കണ്ണൂരിൽ 11 സീറ്റുള്ളതിൽ 7 അവർക്ക് ലീഡ് കിട്ടിയിട്ടുള്ളൂ. 4 UDF-നാണ് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. അത് ക്രിസ്ത്യൻ മുസ്ലിം പ്രോമിനൻസ് ഉള്ള ഏരിയകളിലാണ്. ഓക്കെ. അപ്പോൾ ഇത് കാണിക്കുന്നത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പിന്നോക്കക്കാരും ഹിന്ദുക്കളും മാത്രമാണ് LDF-നെ പിന്തുണച്ചതെന്ന് കാണാൻ പിണറായി വിജയന് കണ്ണുണ്ടായി എന്നുള്ളതാണ്. ഇത് വേറൊരു കണക്കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഈ ഡെമോഗ്രഫി വെച്ചാണ് അദ്ദേഹം ഈ ഡെമോഗ്രഫി വെച്ചാണ് സ്റ്റാൻഡ് എടുക്കുന്നത്. അതുപോലെ തന്നെ കാസർഗോഡ്, ഇപ്പോൾ 100-ൽ 100 കിട്ടാത്ത സ്ഥലത്ത് വേണമെങ്കിൽ നോക്കിയോ, കാസർഗോഡ് അവിടെയും പിന്നെ മതന്യൂനപക്ഷങ്ങൾക്ക് വോട്ട് കൂടുതലുള്ള സ്ഥലങ്ങളിൽ 2 സ്ഥലത്തെ LDF ജയിച്ചിട്ടുള്ളൂ, 3 സ്ഥലത്ത് UDF ആണ് 5 സീറ്റുള്ളതിൽ. അതുപോലെ തന്നെ കോഴിക്കോട് 13 സീറ്റുണ്ട്, അതിൽ 4 LDF-ന് ലീഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ, 9 സ്ഥലത്തും UDF-നാണ്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ജോസ് കെ മാണിയെ കൂടെ നിർത്തിയിട്ട് പോലും കോട്ടയത്ത് നായരും ഈഴവരും പിന്നോക്കക്കാരും ഒക്കെയുള്ള SC/ST-ക്കാരും ഒക്കെ ഉള്ള കോട്ടയം ജില്ലയിൽ പോലും 9 സീറ്റുള്ളതിൽ 3 LDF-ന് കിട്ടിയിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ അവിടെ ഈ ഹിന്ദുക്കൾ കൂടുതലുണ്ടെങ്കിലും അത് വ്യത്യസ്തമായ രീതിയിലാണ് പോൾ ചെയ്തിരിക്കുന്നതെന്നാണ്. വ്യത്യസ്തമായ രീതിയിലാണ് പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കാണിക്കുന്നത് പിന്നോക്കക്കാർ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം UDF-ന്, പിന്നോക്കക്കാരല്ല ന്യൂനപക്ഷങ്ങൾ കൂടുതൽ എവിടെയുണ്ടോ അവിടെയെല്ലാം LDF പിന്നോട്ട് പോവുകയും UDF-ന് ഈ പറഞ്ഞ 80-നടുത്ത സീറ്റുകൾ കിട്ടുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അത്തരത്തിലൊരു ധ്രുവീകരണം നടന്നിരിക്കുന്നു, ക്ലിയർ ആയിട്ടുള്ള ധ്രുവീകരണം നടന്നിരിക്കുന്നു. ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിന് വ്യക്തമായി. അപ്പോൾ പിണറായി വിജയൻ മതേതരത്വം സംസാരിക്കുന്ന ആളാണ്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്, അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിന് ആ ഒരു കോൺഫിഡൻസും ഉണ്ടായിരുന്നു. എല്ലാവരും നമുക്കൊപ്പം നിൽക്കും, മതം നോക്കാതെ CPM-നൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിശ്വാസം അട്ടിമറിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ അതെല്ലാം ഒരു തെറ്റായ ധാരണയായിരുന്നു എന്ന് പ്രൂവ് ചെയ്യുന്ന തരത്തിലേക്കാണോ വോട്ടിംഗ് പോയത്? അദ്ദേഹത്തെ പാലം വലിച്ച പോലെയാണ് അദ്ദേഹത്തിന് തോന്നിയിരിക്കുന്നത് എന്നുള്ളതാണ് ഈ വോട്ടിംഗ് രീതികൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അത് എവിടെയൊക്കെ ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമല്ല എന്തെങ്കിലും ഒരു മേൽക്കൈ കിട്ടുന്ന സംവിധാനമെങ്കിലും ഉണ്ടോ അവിടെയെല്ലാം LDF തറ പറ്റിയിരിക്കുകയാണ്. അതേസമയം എവിടെയൊക്കെ ഭൂരിപക്ഷ സമുദായത്തിന് വ്യക്തമായ സേയുള്ള സ്ഥലങ്ങളിൽ മേൽക്കോയ്മയുണ്ടോ അല്ലെങ്കിൽ സേ ഉണ്ടോ അവിടെയെല്ലാം LDF ഒന്നാമതെത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിൽ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ടെന്ന് ചുരുക്കം അല്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ രീതിയിൽ പോയാൽ ഒരു ബംഗാൾ ഇവിടെ ആവർത്തിക്കും, ഒരു ബുദ്ധദേവായിട്ട് പിണറായി വിജയൻ മാറും. ഇത് CPM-ന്, ബംഗാളിലെ CPM-ന്റെ അവസ്ഥയും വരും. ഇത് വരാതിരിക്കാനാണ് അദ്ദേഹം ഇനി ശ്രമിക്കേണ്ടത് എന്ന് അദ്ദേഹത്തിൻ്റെ അന്തരംഗം പറയുന്നുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ബംഗാളിൽ റോഹിന്ത്യൻ മുസ്ലിംസ് 30 വർഷമായി ജ്യോതിബാസുവിനൊപ്പവും ബുദ്ധദേവിനൊപ്പവും ഒക്കെ നിന്നിരുന്നതാണ്. പക്ഷേ മമതാ ബാനർജി വന്ന് ആദ്യം ഒരു NDA-യുടെ കൂടെ ചേർന്നുകൊണ്ട് ഒരു ഐക്യമുണ്ടാക്കി ഒരു കളി കളിച്ച് റോഹിന്ത്യൻസിനെ മുഴുവൻ കയ്യിലെടുത്ത് CPM-ന്റെ ബ്രാഞ്ച് മുതൽ LC ഏരിയ, ജില്ല വരെയുള്ള ഓഫീസുകൾ അടിച്ച് തകർത്ത് അതെല്ലാം സ്വന്തം കയ്യിലാക്കി ഈ സഖാക്കളെ ഉപയോഗിച്ച് ആരാണോ CPM-നൊപ്പം നിന്ന ആ റോഹിന്ത്യൻ മുസ്ലിം സഖാക്കളെ മുഴുവൻ അവർ തിരിച്ചു കൊണ്ടുവന്ന് അവരെ കൊണ്ട് തന്നെ അവിടുത്തെ CPM-കാർക്ക്, പ്രത്യേകിച്ച് ഹിന്ദുക്കളായ CPM-കാർക്ക് അടികൊടുത്ത് ഓടിച്ച് ആണ് അവിടെ ഇപ്പോൾ തൃണമൂൽ അധികാരത്തിൽ കയറി 15 വർഷത്തോളമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഈ മുന്നോട്ട് പോക്ക് കേരളത്തിലും നടത്താനുള്ള ഒരു പ്രാക്ടിക്കൽ ട്രെയിനിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പിണറായി വിജയനായി തോന്നിയിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് അദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ചില സത്യങ്ങളാണ് എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിവ് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് അദ്ദേഹം വെള്ളാപ്പള്ളി നടേശനെ കേരള തൊഗാഡിയ എന്ന് വരെ വിളിച്ചതാണ് ഒരു സന്ദർഭത്തിൽ. പക്ഷേ ഇപ്പം അദ്ദേഹത്തിന് തിരിച്ചറിവ് വന്നിരിക്കുന്നത് അങ്ങനെ ഞാൻ പറഞ്ഞതൊരു വീൺവാക്കായി പോയോ എന്ന് അദ്ദേഹത്തിന് തോന്നുന്ന വിധത്തിലേക്ക് ഇപ്പോഴത്തെ റിസൾട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വലിയ നീക്കുപോക്കുകൾക്ക് സാധ്യതയുണ്ട്. എങ്കിലും വളരെ ചുരുങ്ങിയ സമയമാണുള്ളത്. ഈ 59-79 നിലവിൽ വ്യക്തമായ ലീഡ് UDF-നുണ്ടല്ലോ. ഇനിയിപ്പോൾ എന്ത് സാധ്യതയാണ് LDF-നെ സംബന്ധിച്ചിടത്തോളം എടുത്ത് പറയാനുള്ളത്? LDF-നെ സംബന്ധിച്ചിടത്തോളം
ഇനിയും സാധ്യതയുണ്ട്. അതിലധികവും ഈ ഭൂരിപക്ഷ സമുദായത്തിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കുന്നത് എന്നുള്ളതാണ് വേറൊരു രസവും. അതായത് ഇപ്പോൾ 59 സീറ്റിൽ ലീഡ് ചെയ്യുന്ന LDFന് 10 സീറ്റ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഏതാണ്ട് UDFനൊപ്പം എത്താം. UDFൻ്റെ 10 സീറ്റ് ഇങ്ങോട്ട് കുറയുകയും ചെയ്യും. അപ്പോൾ അത് വരുന്ന 1000-ൽ താഴെ വോട്ട് ഇപ്പോൾ തന്നെ നേടിയ സ്ഥലങ്ങളുണ്ട്. ഉദാഹരണത്തിന് കൊല്ലത്തെ ഇരവിപുരം 636 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അവിടെ മുസ്ലിങ്ങൾ ധാരാളമുള്ള ഒരു മണ്ഡലമാണത്. മനസ്സിലാവും. 636 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ LDFും UDFും തമ്മിൽ. LDFന് കൂടുതലാണ്, UDFന് കൂടുതലാണ് അവിടെ. UDFന് കൂടുതലാണ്, 636 വോട്ടിൻ്റെ വ്യത്യാസമാണുള്ളത്. ഓക്കെ. അടുത്ത അടൂര് 403 വോട്ടിൻ്റെ വ്യത്യാസമാണുള്ളത് LDFുമായിട്ട്. കോന്നി പത്തനംതിട്ടയിൽ 226 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഇടുക്കിയിലെ ഉടുമ്പൻചോല അത് ക്രിസ്ത്യൻ മേഖലയാണ്, 196 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അതുപോലെ തന്നെ അരൂര് 525 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ചങ്ങനാശ്ശേരി 1190 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പൊന്നാനി 1243 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ബാലുശ്ശേരി 1227 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. ഉദുമ 1110 വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ 1000 1100-നകത്ത് നിൽക്കുന്ന 1100-നകത്ത് വരുന്ന മൂന്നെണ്ണേ പറ്റുള്ളൂ. ബാക്കി മുഴുവൻ വെറും 600, 403, 226, 196, 526, 25 ഒക്കെ വോട്ടുകളാണ് വ്യത്യാസം. ഓക്കെ. ഇപ്പോൾ ഒരു 10 സീറ്റ് LDFന് കൂടുതൽ കിട്ടണം, 59 69 ആക്കണം എന്നുണ്ടെങ്കിൽ വെറും 10 സീറ്റിൽ ഈ വ്യത്യാസം മാത്രം വരുത്തിയാൽ മതി. 100 ചില്ലാനും അല്ലെങ്കിൽ 500-ന് താഴെ വോട്ടുകളുടെ വ്യത്യാസം വരുത്തിയാൽ പലയിടത്തും കിട്ടും. 2-3 സ്ഥലങ്ങളിൽ മാത്രം 1100 വോട്ടിൻ്റെ വ്യത്യാസം. ഇത് പിടിക്കാനായിട്ട് ഇനിയും ന്യൂനപക്ഷങ്ങളെ ആശ്രയിച്ചാൽ കിട്ടുമോ എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ട്. കാരണം ഇത്ര വ്യക്തമായി 5-6 ജില്ലകളിൽ തൂത്തുപെറുക്കിയവരെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ന്യൂനപക്ഷങ്ങൾ. അപ്പോൾ ഈ വാരിക്കോരി കൊടുത്തതൊക്കെ കിട്ടിയിട്ട് നമ്മുടെ പിന്നിൽ നിന്ന് കുത്തുന്ന പരിപാടിയാണല്ലോ ചെയ്തതെന്ന് അദ്ദേഹത്തിന് ചിലപ്പോൾ തോന്നിയിരിക്കാം. ആ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം, ആ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഇനി കൂടുതൽ ഭൂരിപക്ഷ വിഭാഗത്തിനെ വേദനിപ്പിക്കേണ്ട എന്ന് തോന്നിയിരിക്കുക. കാരണം ഭൂരിപക്ഷ വിഭാഗങ്ങളെ, പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ ഒരു പ്രധാനപ്പെട്ട നേതാവായിട്ട് വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറേ കാലമായി മാറിയിരിക്കുന്നു എന്നുള്ളൊരു സത്യം മലയാളികൾ അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് പിണറായി വിജയന് നല്ലപോലെ അറിയാം. അപ്പോൾ ഒരു വെള്ളാപ്പള്ളി ഫാക്ടർ കേരളത്തിൽ നിലനിൽക്കുന്നു എന്നാണ് അങ്ങ് പറയുന്നത്. വെള്ളാപ്പള്ളി ഫാക്ടർ കേരളത്തിൽ നിലനിൽക്കുന്നു എന്ന് മാത്രമല്ല, അത് കേരളമൊട്ടാകെ അലയടിക്കുന്നുമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഓരോ രാഷ്ട്രീയ നേതാക്കളും അദ്ദേഹത്തെ ചെന്ന് മുട്ടിന് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം. ഇത്രയും വെറുക്കപ്പെട്ടവനെന്ന് ചില മാപ്രകൾ പറഞ്ഞിട്ടും അദ്ദേഹത്തിന് ആരാധിക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. ദേശീയ നേതാക്കൾ വരുന്നു, സംസ്ഥാന നേതാക്കൾ വരുന്നു, ചില നേതാക്കൾ തലവഴി മുണ്ടിട്ട് അദ്ദേഹത്തിന് പോയി കണ്ടു എന്നുള്ളതാണ് രസം. ചിലർക്ക് പറയാൻ മടിയാണ് അത്, ഞാൻ അദ്ദേഹത്തിന് പോയി കണ്ടു എന്ന് പറയാൻ. എന്നിട്ട് രഹസ്യമായിട്ട് വന്ന് ഈ നടക്കുന്ന കോലാഹലത്തിലൊന്നും എനിക്ക് പങ്കില്ല കേട്ടോ എന്ന് പറഞ്ഞ് തലവഴി മുണ്ടിട്ടുകൊണ്ട് ഇറങ്ങി കാറിനകത്ത് കയറി മുണ്ട് എടുത്തു കളഞ്ഞ ആൾക്കാരും ഉണ്ട്. അത് അദ്ദേഹം തന്നെ പറയും ആരൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ കാരണം 1950-ൽ മന്നത്ത് പത്മനാഭനും ആർ ശങ്കറിനും ശേഷം കേരള സാമൂഹിക മണ്ഡലത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഇത്രയധികം വ്യക്തിത്വത്തോടെ നിന്നിട്ടുള്ള ഒരാൾ വേറെയില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഹൈന്ദവ നേതാവ് എന്നുള്ള നിലയിൽ ഇത്രയധികം ശക്തമായി നിന്നിട്ടുള്ള ഒരാൾ വേറെയില്ല. ഇവിടെ ആരെങ്കിലും ഹൈന്ദവനായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അയാളെ വെട്ടിക്കീറിയിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. ഹിന്ദു മഹാമണ്ഡലം ഉണ്ടാക്കിക്കൊണ്ട് മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും വന്നപ്പോൾ ഏതാണ്ട് ഇന്നത്തെ ഇതുപോലെയായിരുന്നു. ഈഴവരും നായരെ മാത്രമല്ല അവർ ഉദ്ദേശിച്ചത്, നായർ മുതൽ നായാടി വരെ വരുന്നവരെ മുഴുവൻ ഒറ്റക്കുടക്കീഴിൽ കൊണ്ടുവന്ന് ഹിന്ദുവിൻ്റെ ഐക്യമായിരുന്നു മന്നത്ത് പത്മനാഭനും ആർ ശങ്കറും 1950-ൽ വിഷ്വലൈസ് ചെയ്ത്. 49-ൽ അവർ ദേവസ്വം ബോർഡ് ഉണ്ടാക്കി, ആ ദേവസ്വം ബോർഡ് നിലനിർത്തി. പക്ഷേ ഹിന്ദു മഹാമണ്ഡലത്തിന് ഇവിടെ ഉള്ളവർ മുഴുവൻ വെട്ടിക്കീറി നാശമായി കളഞ്ഞു. ഇതുപോലെ തന്നെ വർഗീയവാദി എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ്, രണ്ടുപേരെയും വർഗീയവാദിയാക്കിക്കൊണ്ടാണ്. അപ്പോൾ അതോടെ മന്നത്ത് പത്മനാഭൻ പറഞ്ഞു, ഞാനീ രാഷ്ട്രീയത്തിലില്ല, ഞാനിനി സാമുദായിക പ്രശ്നവും സമുദായ പരിപാടികളും സാമൂഹിക പരിപാടികളിലും മാത്രമേ ഉള്ളൂ, ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്മാറി. ആർ ശങ്കർ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിച്ചു, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയൊക്കെ ആയി, അങ്ങനെ പോയി. അപ്പോൾ കാണിക്കുന്നത് ഇവിടെ ആര് ഹിന്ദുവിന് വേണ്ടി നിൽക്കുവോ അവനെ
കരിയോയിൽ ഒഴിച്ച് നാറ്റിച്ചിരിക്കും. അല്ല, ഇത് കഴിഞ്ഞ ദിവസം അന്നും അതെ ഇന്നും അതെ. സംസാരിച്ചപ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശനുമായി ഞാൻ സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇതാണ്, ഒരു ഹൈന്ദവ ഐക്യത്തിന് വേണ്ടി സംസാരിച്ച് തുടങ്ങിയ സമയം മുതൽ തന്നെ ലക്ഷ്യമിട്ടു. അതെ. അതിനൊപ്പം തന്നെ ഈ ഹിന്ദു ഐക്യം തകർക്കാനും ലീഗ് നേതാക്കൾ ശ്രമിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഈഴവ നായർ ഐക്യത്തിന് വേണ്ടി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ തമ്മിൽ തല്ലിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചു എന്നും അദ്ദേഹം പറയുകയുണ്ടായി. കൂടാതെ ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ ഒരു പടി കടന്ന് ചവിട്ടുകയും ചെയ്തു അദ്ദേഹം. അതായത് നായാടി മുതൽ നസ്രാണി വരെയുള്ളവർ ഒരുമിച്ച് നിൽക്കണം എന്ന് പറഞ്ഞു. ഇത് കൂടുതൽ വേദനിപ്പിച്ചു. അതുകൊണ്ട് അവർ ശക്തമായി ആക്രമിക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നതാണ്. ഹിന്ദുക്കൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ വലിയൊരു ശക്തിയാവുകയും അത് ഒരു വലിയ പൊളിറ്റിക്കൽ ഫോഴ്സായി മാറുകയും ചെയ്യും എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനെ തകർക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെ നടക്കുന്ന ആക്രമണത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് തീർച്ചയായിട്ടും പറയുന്നത്. അത് ഇപ്പോൾ എറണാകുളം 100ൽ 100 പിടിച്ച എറണാകുളം ഉണ്ടല്ലോ, അവിടെയും ഹിന്ദുവാണ് മെജോറിറ്റി. പക്ഷേ UDFനും ലീഗിനും ഒക്കെയാണ് കൂടുതൽ സീറ്റുകൾ, ക്രിസ്ത്യാനിക്കൊക്കെയാണ് അവിടെ കൂടുതൽ സീറ്റുകൾ കിട്ടിയത്. അവിടെയും ഹിന്ദു വലിയൊരു നിർണായക ഘടകമാണ്. അപ്പോൾ ഹിന്ദുവിനോട് പണ്ട് മുതലേ ഈ സ്നേഹമാണ് അഗ്രസാരം മൊഴിയിൽ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവന് സ്നേഹം വരുമ്പം അവൻ ആരെയും സ്നേഹിക്കും. അത് മറ്റുള്ളവർ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹിന്ദു നീ സ്നേഹത്തിനാണ് നീ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഹിന്ദു നീ ഒരു ജാതി ഒരു മതം ഒരു ദൈവത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിങ്ങളെ ആക്രമിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാമൂഹിക നിരീക്ഷകരെല്ലാം പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള അഗ്രസീവായിട്ടുള്ള സമീപനം, അതിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒപ്പം ശ്രീ വെള്ളാപ്പള്ളി നടേശനെ അനുകൂലിക്കുന്നവർ ചോദിക്കുന്നത് ഇതാണ്, കുറേയേറെ നേതാക്കളും അത് സമുദായത്തിലാണെങ്കിലും മറ്റ് പ്രമുഖ വ്യക്തികളാണെങ്കിൽ തന്നെയും വളരെ നഗ്നമായി വർഗീയത പറഞ്ഞിട്ട് പോലും അതൊന്നും തന്നെ കണ്ടില്ലെന്ന് അടിക്കുകയാണ്. മുജാഹിദ് ബാലുശ്ശേരിയുടെ പേര് പറയുന്നുണ്ട്, KM ഷാജിയുടെ പേര് പറയുന്നുണ്ട്, ഒപ്പം തന്നെ O അബ്ദുള്ളയുടെ പേര് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് 20% മുസ്ലിങ്ങൾ വിചാരിച്ചാൽ 80% ഹിന്ദുക്കളെ ആക്രമിച്ച് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുമെന്ന ഒരു ചർച്ചയിൽ പറഞ്ഞതായിട്ടാണ്. എന്നിട്ടും അദ്ദേഹത്തിന് ഒരു മാപ്പറയും വർഗീയവാദിയായിട്ട് ഒരു ഷോട്ട് പോലും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവർ ആക്രമണം അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുന്നത് ഫസൽ ഗഫൂർ നാട്ടിൽ വളരെ മത ഐക്യത്തിന് വേണ്ടിയും മറ്റും ഒക്കെ സംസാരിക്കുമെങ്കിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി നമ്മുടെ ഈ ചുരം കടന്നാൽ, നമ്മുടെ സഹ്യപർവ്വതത്തിൻ്റെ ചുരം കടന്നു കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ വർഗീയതയെ പറയുള്ളൂ. ഇതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ മതേതരത്വമേ പറയുള്ളൂ. അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യം എന്തുകൊണ്ട് അഡ്രസ്സ് ചെയ്യുന്നില്ലെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത് അഡ്രസ്സ് ചെയ്യാൻ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ചങ്കൂറ്റമില്ല എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ നേതാവിനും ചങ്കൂറ്റമില്ല. ഇപ്പം തന്നെ പിണറായി വിജയൻ മിണ്ടാതിരുന്നിട്ട് ഒന്നും ചോദിച്ചിട്ടില്ല. അദ്ദേഹം മിണ്ടാതിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചുകൊണ്ടല്ലേ ആൾ നിൽക്കുന്നത്. എന്തുകൊണ്ട് വെള്ളാപ്പള്ളിയെ തലയ്ക്കടിക്കുന്നില്ല? അല്ല, വേറൊരു സംഭവം, ഈ ബിനോയ് വിശ്വം പറഞ്ഞു വെള്ളാപ്പള്ളിയെ തൻ്റെ കാറിൽ കയറ്റില്ല. ഓക്കെ, അതെ. ബിനോയ് വിശ്വം പറഞ്ഞതിനെ മാധ്യമപ്രവർത്തകർ പിണറായി വിജയനോട് ചോദിച്ചു, അങ്ങയുടെ കാറിൽ ഇനി കയറ്റുമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് പറഞ്ഞതിനൊപ്പം പിന്നെ ബിനോയ് വിശ്വത്തിന് നല്ലൊരു മറുപടി വെള്ളാപ്പള്ളിയും കൊടുത്തു. CPI-കാരുടെ ഏറ്റവും വലിയ നേതാവ് എന്ന് പറയുന്നത് M.M. ഗോവിന്ദൻ നായരാണ്. M.M. ഗോവിന്ദൻ നായർ എൻ്റെ കാറിൽ കയറിയിട്ടുണ്ട്. M.M. ഗോവിന്ദൻ നായരുടെ കാറിലല്ല, M.M. ഗോവിന്ദൻ നായർ വന്ന് എൻ്റെ കാറിൽ കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ PS ശ്രീനിവാസൻ ഉരുക്ക് മനുഷ്യനായിരുന്നു CPI-യുടെ, അദ്ദേഹം എൻ്റെ കാറിൽ കയറിയിട്ടുണ്ട്. അല്ല, ഈ വെള്ളാപ്പള്ളിയുടെ കാറിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ബിനോയ് വിശ്വത്തിന് അദ്ദേഹത്തിൻ്റെ കാറിൽ ഇദ്ദേഹത്തിനെ കയറ്റാൻ പറ്റില്ല എന്ന് പറയുന്നത് രാഷ്ട്രീയ പാപ്പരത്തോ ഇരട്ടത്താപ്പോ മാത്രമാണ്. ഇപ്പോൾ മുസ്ലിം വോട്ടുകൾ കുറേ എണ്ണം എങ്ങനെയെങ്കിലും എനിക്ക് കിട്ടുമോ എന്നുള്ളൊരു ശ്രമമാണ് അദ്ദേഹം നടത്തുന്നതെന്നുള്ളതാണ് വെള്ളാപ്പള്ളി പറയാതെ പറയുന്നത്. അല്ല, ഈ ബിനോയ് വിശ്വൻ ഇത്രയേറെ ആക്രമിക്കുന്ന കാര്യം എന്താണ് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അത് എന്താണെന്ന് അദ്ദേഹത്തിനും മനസ്സിലാവുന്നില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗുണ്ട്. അതായത് ബിനോയ് വിശ്വത്തെക്കുറിച്ചാണ് പറഞ്ഞത്. വിൽപത്രം എഴുതി വെച്ച് സംസ്ഥാന നേതാവായ ആളാണല്ലോ, കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതല്ലല്ലോ എന്നുള്ളൊരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. കറക്റ്റ്. അത് CPI-യിലെ പലരെയും നോക്കിയാൽ അച്ഛൻ്റെ മരണമാണ്, അല്ലെങ്കിൽ അടുത്ത ബന്ധുവിൻ്റെ അമ്മാവൻ്റെയോ സഹോദരൻ്റെയൊക്കെ മരണമാണ് പലർക്കും MLA ആവാനും മന്ത്രിയാവാനുമുള്ള വിൽപത്രമായിട്ട് കിട്ടിയിരിക്കുന്നത് എന്നുള്ള അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്. നിങ്ങൾ നമുക്ക് പ്രധാനപ്പെട്ട എല്ലാ CPI നേതാക്കളും അച്ഛൻ്റെ മരണം കൊണ്ടോ അല്ലെങ്കിൽ
തന്നെ സംരക്ഷിച്ച ആളുടെ മരണം കൊണ്ടോ ആണ്. പക്ഷേ വേറൊരു കാര്യം, വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പറഞ്ഞത്, ഇന്നത്തെ കാലത്ത് കേട്ടോ, പഴയതല്ല. വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പറഞ്ഞത് സി പി ഐയിലെ ഒട്ടുമിക്ക നേതാക്കളെക്കുറിച്ചും അദ്ദേഹത്തിന് ഒരു ഹൈ റിഗാർഡാണുള്ളത്. അത്രയും കഴിവും അത്രയും അറിവും അത്രയും സത്യസന്ധരുമായിട്ടുള്ള മാന്യന്മാരായിട്ടുള്ള നേതാക്കളാണ്. എത്രയോ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം തുറന്ന് പറയുകയും ചെയ്തു. ഇപ്പോഴത്തെ പല നേതാക്കളും ഈ സംഭവത്തിന് ശേഷം അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചിലർ തലവഴി മുണ്ടിട്ടുകൊണ്ട് കണിച്ചിക്കുളങ്ങര ചെല്ലുന്നുണ്ട്. അതാണ് അപ്പോൾ എന്തായാലും അദ്ദേഹം ഒരു വലിയ ഫാക്ടർ തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കണക്കുകളുടെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അദ്ദേഹത്തെ എല്ലാവരും പറയും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ആൾ ജയിച്ചില്ലല്ലോ. അത് ഒന്നോ രണ്ടോ സംഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? ഒരു സുധീരൻ ജയിക്കൂല എന്ന് പറഞ്ഞു, ജയിച്ചു. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരാളുടെ പറഞ്ഞപ്പോൾ ജയിച്ചു. അങ്ങനെ ഈ ഇലക്ഷൻ എന്ന് പറയുന്നതേ, നമ്മൾ പറയുന്ന എല്ലാവരും ജയിക്കില്ല. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി പറഞ്ഞു 400 സീറ്റ് പിടിക്കുമെന്ന്. അദ്ദേഹത്തിന് 240 സീറ്റേ കിട്ടിയുള്ളൂ. മനസ്സിലായില്ലേ? ഇത് വലിയ രാഷ്ട്രീയ കാൽക്കുലേഷൻ നടത്തുന്നവരാണ്. ഇന്ദിരാഗാന്ധി ഞാൻ ജയിക്കുമെന്നും പറഞ്ഞുകൊണ്ട് 77 ഇലക്ഷന് നിന്നു. പൊട്ടി പാളീസായിപ്പോയില്ലേ? കോൺഗ്രസിൻ്റെ ഏറ്റവും ദയനീയമായ പരാജയങ്ങളിലൊന്നായിരുന്നില്ലേ അത്? രാഹുൽ ഗാന്ധി പിന്നെ എത്ര പ്രാവശ്യം തോറ്റു? ജയിക്കുമെന്ന് പറയാം നമുക്ക്, പക്ഷേ ഇത് ജനങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. സാഹചര്യങ്ങൾ വെച്ച് നമുക്ക് പറയാം. പക്ഷേ ഒരു കാര്യം, വെള്ളാപ്പള്ളിയുടെ അടുത്ത് ഇങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം അദ്ദേഹം പറഞ്ഞത് തോറ്റിട്ടും പിന്നെയും ആൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? രാഷ്ട്രീയ നേതാക്കൾ കണിച്ചിക്കുളങ്ങര എത്തുന്നത് എന്തുകൊണ്ടാണ്? ഒരു കാര്യം ഉറപ്പാണ്, ഒരു ഓളം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കിന് കഴിയും. അല്ല, അദ്ദേഹം പറഞ്ഞ ഇതാണ്, ചോദിച്ച ഇതാണ്. അതായത് ഈ എല്ലാം ഒരു സന്തുലിതം, ഒരു ബാലൻസ് കീപ്പ് ചെയ്യണമല്ലോ, ഒരു സാമൂഹ്യ നീതി വേണമല്ലോ. അതെ, തൻ്റെ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ഈഴവ സമുദായത്തിൻ്റെ നീതിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഈഴവ സമുദായം നേരിടുന്ന നീതികേട് അഡ്രസ്സ് ചെയ്തപ്പോഴാണ് തന്നെ വർഗീയവാദിയാക്കിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ചാടി പുറപ്പെടുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അതിൽ എന്ത് തെറ്റാണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ തക്ക എന്ത് തെറ്റ് ചെയ്തു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അദ്ദേഹം പറയുന്നത് 48 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മലപ്പുറത്ത് സർക്കാരിൻ്റെ ശമ്പളം പറ്റി സർക്കാരിൻ്റെ ചെലവിൽ നടത്തുന്നതുകൊണ്ട് മാനേജ്മെൻറ്റ് കാശ് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും ഞാൻ ഒരു സ്ഥാപനം ചോദിച്ചപ്പോൾ, പുൽപ്പള്ളിയിൽ 25 ഏക്കർ സ്ഥലവും വെച്ചിട്ട് ഒരു സ്ഥാപനം ചോദിച്ചപ്പോൾ എല്ലാ വർഷവും അപ്ലൈ ചെയ്യും, കിട്ടുന്നില്ല. പരിശോധനയൊക്കെ നടക്കും, കിട്ടുന്നില്ല. അപ്പോഴെന്നെ വർഗീയവാദിയാക്കി. പക്ഷേ ഇവിടെ 14 ജില്ലകളിൽ ഒരു മന്ത്രി കൊടുക്കാൻ തികയാത്തപ്പം 5 മന്ത്രിമാരെയും 6 മന്ത്രിമാരെയും ചോദിക്കുന്ന പിന്നെ മുസ്ലിം ലീഗ് വർഗീയവാദിയല്ല. ഒരു സ്കൂൾ ചോദിച്ചവൻ വർഗീയവാദി, 5 മന്ത്രി ചോദിച്ചവൻ വർഗീയവാദിയല്ല. അതാണ് കേരളത്തിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഇവിടുത്തെ വേറൊരു പ്രത്യേകത എന്തറിയാമോ? തന്നെ വർഗീയവാദി എന്ന് ആക്ഷേപിച്ച ഒരു മാപ്രയെ അദ്ദേഹം തീവ്രവാദി എന്ന് പറഞ്ഞു. അദ്ദേഹം പിന്നെ മത തീവ്രവാദി എന്ന് പറഞ്ഞില്ല, തീവ്രവാദി എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഉടനെ അദ്ദേഹത്തിനെ മത തീവ്രവാദി ആക്കി കഴിഞ്ഞു. മാധ്യമങ്ങളും എല്ലാം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലെ 150 കോടി ജനങ്ങൾ 3 പ്രാവശ്യം തിരഞ്ഞെടുത്ത നരേന്ദ്രമോദിയെ എത്ര പ്രാവശ്യം ആളുകൾ വർഗീയവാദി എന്നും തീവ്രവാദി എന്നും ഭീകരനെന്നും ഫാസിസ്റ്റ് എന്നും ഒക്കെ വിളിക്കുന്നു? അതിനൊന്നും ഒരു പത്രവും വലിയ വെണ്ടയ്ക്കാൽ എഴുതാറില്ല. അതിനെ അപലപിക്കണമെന്ന് ആരും പറയാറില്ല. കേരളത്തിൽ ഉണ്ടോ? ഏതെങ്കിലും ഒരുത്തൻ പറഞ്ഞിട്ടുണ്ടോ നരേന്ദ്രമോദി അങ്ങനെ വിളിക്കരുത്, അദ്ദേഹം 3 പ്രാവശ്യം 150 കോടി ജനങ്ങളുടെ പ്രധാനമന്ത്രിയായ ആളാണ്, അദ്ദേഹത്തെ അങ്ങനെ വിളിക്കരുതേ എന്ന് ഒരു സമാധാന വാക്കെങ്കിലും ഇവിടുത്തെ ഏതെങ്കിലും ഒരു മാപ്ര പറഞ്ഞിട്ടുണ്ടോ? പറയൂല്ല. പക്ഷേ വെള്ളാപ്പള്ളിയെ ഒരു പ്രാവശ്യം ഒരാളെ തന്നെ വർഗീയവാദി എന്ന് വിളിച്ചതിന് തീവ്രവാദി എന്ന് മാത്രം വിളിച്ചപ്പോൾ പ്രശ്നമായി. തീവ്രവാദി ഏത് തീവ്രവാദി? മിതവാദികളും തീവ്രവാദികളും ഉണ്ട്. തീവ്രമായി വാദിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. തീവ്രമായി വാദിക്കുന്നയാളെ തീവ്രവാദി എന്ന് തന്നെ പറയും. കാരണം തന്നെ പെടുത്താനായിട്ട് തീവ്രമായി വാദിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാൾ. അതുകൊണ്ടാണ് അദ്ദേഹം തീവ്രവാദി എന്ന് പറഞ്ഞത്. ഇതിനെ ഉൾക്കൊള്ളാൻ പലർക്കും തയ്യാറല്ല. അവർക്ക് വേണമെങ്കിൽ ആരെയും തീവ്രവാദി എന്ന് വിളിക്കാം, മത തീവ്രവാദി എന്നും വിളിക്കാം. പക്ഷെ എന്നാലും അവരാരും ആ ലിസ്റ്റിൽ പെടുകില്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അജണ്ട സെറ്റ് ചെയ്ത് ക്യാമ്പയിനുകൾ, അല്ലെങ്കിൽ ക്യാമ്പയിനുകളുടെ പല രൂപങ്ങളാണല്ലോ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു പ്രത്യേക അജണ്ട സെറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അത് സമൂഹത്തിൽ ഒട്ടേറെ വേർതിരിവുകൾ സൃഷ്ടിക്കാൻ അത് കാരണമായിരിക്കുമെന്നുള്ളൊരു ഭയം. വേർതിരിവ് നിങ്ങൾ നോക്കിയോ, 2026 കോൺഗ്രസിന് ഗുണത്തേക്കാളേറെ ദോഷമാണ് സംഭവിക്കുക. ഇപ്പോൾ ഒരു മാപ്രയുടെ പടം വെച്ചിട്ട് വർഗീയവാദികൾ വന്നിട്ട് വെള്ളാപ്പള്ളിയെ വർഗീയവാദി എന്ന് വിളിച്ചു. ആ മാപ്രയുടെ പടം മാറ്റിയാൽ വർഗീയവാദികൾ അവിടെ നിൽക്കുന്നത് കാണാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനസ്സിലായില്ലേ? ഇതുപോലെ ഇപ്പോൾ ഹിന്ദുവായ സതീശൻ്റെയും പിന്നെ മുരളിയുടെയും പടം മുമ്പിൽ നിർത്തിക്കൊണ്ട് ഇപ്പോൾ ഇവിടെ ഒരു വലിയ വേട്ട നടക്കുകയാണ്.
അത് ജനാധിപത്യവും മതേതരത്വമാണെന്നാണ് അവർ പറയുന്നത്. മനസ്സിലായില്ലേ? അതിൻ്റെ പിന്നിൽ എന്താണ് എന്നുള്ളത് ഈ സതീശൻ മുരളീധരൻ മുഖംമൂടി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ധർമ്മഷ്ട്രങ്ങൾ ഇറക്കിക്കൊണ്ട് ചില ന്യൂനപക്ഷ വർഗീയവാദികൾ വരുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ പിന്നെ 20% ഉള്ള ഞങ്ങൾ രാജ്യം ഭരിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ, അതിൻ്റെ വക്താക്കൾ, അതിൻ്റെ പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, ഇത്തരത്തിലുള്ള മതം എന്ന് പറഞ്ഞവരൊക്കെ ഇതിനകത്ത് ജയിച്ചു വരുന്നത് നിങ്ങൾക്ക് അല്ല, ഞാൻ ചോദിക്കുകയാണ്, ഇത്തരത്തിലുള്ള ചിലർ ആ വലിയൊരു സമൂഹത്തെ ചെളിവാരി എറിയുകയല്ലേ എന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ട്. ഇവിടെ സമാധാനം, കാരണം എത്രയോ നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന മതേതരവാദികളായിട്ടുള്ള ഒട്ടേറെ പേർ ഉള്ളതാണ്. ഭൂരിഭാഗം പേരും മതേതരരാണ്. ഞാനതിന് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. എറണാകുളത്ത് ഞാൻ പറഞ്ഞില്ലേ, ഹിന്ദുക്കൾ വളരെയധികം ഡിസിസീവായിട്ടുള്ള ഒരു സ്ഥലമാണ് എറണാകുളം. ആ എറണാകുളത്ത് പിന്നെ UDFന് വൻ ഭൂരിപക്ഷം കൊടുത്തു കോർപ്പറേഷനിൽ. 76-ൽ 47 സീറ്റാണ് കൊടുത്തത്. സ്വതന്ത്രൻ ഒരു പിന്തുണ കൊടുത്ത UDF സ്വതന്ത്രൻ ഉൾപ്പെടെ 47 സീറ്റ് കൊടുത്തു. എന്നിട്ട് അവിടെ എങ്ങനെയാണ് വന്നത് നിങ്ങൾ നോക്ക്. ദീപ്തി മേരി വർഗീസിനെ കൊണ്ടുവരാൻ നിന്നില്ല. അവിടെ വേണ്ടത് ഏതാ? ഷൈനിയാണ് വേണ്ടത്. കാരണം ഷൈനി ലാറ്റിൻ്റെ ആളാണ്. ജാതിക്ക് പകരം ഈ മതത്തിൽ തന്നെ മതകളികൾ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ വെള്ളാപ്പള്ളി നടേശനോട് പറയുന്നത് എന്താണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നല്ലേ നിങ്ങൾക്കുള്ളത്, എന്നിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ കളിക്കുന്നതെന്നാണ്. അപ്പൊ ഒരു മതം ആണ് ക്രിസ്തീയ മതം. അതിനകത്തെ ഒരു ലാറ്റിൻ വിഭാഗത്തിന്റെ ആളിന് വേണ്ടി മറ്റേ ആൾ പിന്നെ ക്രിസ്ത്യാനിയെ വെട്ടുകയാണ്. എന്നിട്ട് ഇതിന് UDF വേറെ വേണ്ട ഒരു മുഖംമൂടി എടുത്തോണ്ട് വന്നു. മിനിമോളിനെ, VK മിനിമോളിനെ കൊണ്ടുവന്നു. ഹിന്ദുവായ സ്ഥാനാർത്ഥിയാണ് ഞങ്ങൾ നിർത്തുന്നത്. അതിൻ്റെയും കാര്യം എന്താണ്? ലാറ്റിൻ അച്ഛന്മാർ സഹിച്ചു. കാരണം മിനിമോളുടെ ഭർത്താവ് ലാറ്റിനാണ്. ഇത് അണ്ടർഗ്രൗണ്ടിൽ ഇങ്ങനെയുള്ള കളികൾ നടക്കുന്നത് ജനം അറിയുന്നില്ല. അപ്പം ഇത്തരം സമവാക്യങ്ങളും സമവായങ്ങളും കൊണ്ട് കുറേ നാളായിട്ട് ഹിന്ദുവിനെ പറ്റിക്കുകയായിരുന്നു. ഈ പറ്റിപ്പ് ഇനി നടക്കില്ല എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. വെള്ളാപ്പള്ളി നടേശന് കോണി വെച്ച് കൊടുത്ത് പെരുന്നയിൽ കയറ്റി നാരായണ പണിക്കരെയും സുകുമാരൻ നായരെയും അടിക്കാനുള്ള അവസരം കൊടുത്തവരാണ് ഇപ്പം അദ്ദേഹത്തിനെ വർഗീയവാദി എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? ഇവിടെ നായർ മുതൽ നായാടി വരെ 40 നിന്ന് 40 ജാതി സംഘടനകൾ ഉണ്ടാക്കി നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾ വർഗീയവാദിയല്ല, ജാതിവാദിയല്ല, മതവാദിയല്ല. പക്ഷേ ഈ 40നെ ഒന്നിച്ചു കൂട്ടി നിർത്തിക്കൊണ്ട് നിങ്ങൾ ഒറ്റക്കെട്ടായി പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വർഗീയവാദിയാകും, തീവ്രവാദിയാകും, പ്രശ്നമാകും. ഓക്കെ, എന്തായാലും പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ കാര്യം എന്ന് നമ്മൾ ചർച്ച ചെയ്തു തുടങ്ങി. അതിനുള്ള കൃത്യമായ കണക്കുകൾ നിരത്തി അഡ്വക്കേറ്റ് വേണുഗോപാൽ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ഇനി അങ്ങോട്ട് ഇത്തരത്തിൽ ഉള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള നീക്കുപോക്കുകൾ കേരളത്തിൽ നടക്കും എന്നുള്ളത് വ്യക്തമാണ്. ഇടതുപക്ഷം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിന്നിലേക്ക് പോയി എങ്കിൽ തന്നെയും അവരെ എഴുതിത്തള്ളാനുള്ള സമയമായിട്ടില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഒട്ടേറെ മണ്ഡലങ്ങളിൽ നേരിയ വ്യത്യാസത്തിൽ മാത്രമാണ് അവർ പിന്നിലേക്ക് പോയത്. ആ നേരിയ വ്യത്യാസം ഇല്ലാതാക്കി അവർക്ക് മുന്നിലേക്ക് വരാനുള്ള സാധ്യത ഇപ്പോഴും തെളിഞ്ഞു തന്നെ നിൽക്കുന്നു. അവിടെ വെള്ളാപ്പള്ളി നടേശൻ എന്ന സമുദായ നേതാവ് വലിയൊരു ഫാക്ടർ തന്നെയാണ് എന്നും ഈ ചർച്ചയിൽ പറഞ്ഞു വയ്ക്കുകയാണ്. എന്തായാലും കാത്തിരുന്ന് കാണാൻ നമുക്ക്. പക്ഷേ ഈ കാത്തിരുന്ന് കാണുന്ന കളികൾ എല്ലാം കേരളത്തിന് നിരക്കുന്നതാകണേ എന്ന പ്രാർത്ഥന മാത്രമാണ് ഉള്ളത്. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.